നിങ്ങൾക്ക് മാസം എത്ര രൂപ ശമ്പളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്? അല്ലെങ്കിൽ എത്ര വലിയ ശമ്പളം വാങ്ങുന്നവരെ നിങ്ങൾക്കറിയാം? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. ഒരു ഗവർണറുടെ ശമ്പളമാകട്ടെ 3,50,000, ചീഫ് സെക്രട്ടറിമാർക്ക് കിട്ടുന്നതാകട്ടെ 2,25,000 രൂപയാണ്. ഇതിനേക്കാളുമൊക്കെ വലിയ ശമ്പളം വാങ്ങുന്ന എത്ര പേരെ അറിയാം? അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ ഊഹിക്കുന്ന, നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ശമ്പളം? പക്ഷെ ആ ഊഹത്തിൽ ഒരിക്കലും ദിവസം 5 കോടി രൂപ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. മാസം 180 കോടി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല. അത്തരത്തിൽ ശമ്പളം കിട്ടുന്ന മനുഷ്യരുണ്ട്. അതിലൊരു ഇന്ത്യക്കാരനുമുണ്ട്. സാധാരണക്കാരനായ ചെന്നൈയിൽ ജനിച്ച സുന്ദർ രാജ പിച്ചൈ എന്നൊരാൾ. ആരാണ് അയാൾ? എന്താണ് അയാളുടെ ജോലി? എങ്ങനെയാണ് അദ്ദേഹം ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയത്? വിശദമായി പരിശോധിക്കാം. തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് 2 മുറികൾ മാത്രമുള്ള വീട്ടിൽ ജീവിച്ച് രാത്രികാലങ്ങളിൽ ഇളയ സഹോദരൻ ശ്രീനിവാസനുമായി പായിൽ ലിവിംഗ് റൂമിൽ കിടന്നുറങ്ങി ഒടുവിൽ നന്നായി പഠിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായി ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന വ്യക്തി. അച്ഛൻ ഒരു സ്കൂട്ടറും ഫോണും വാങ്ങുന്നത് കാണാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന സുന്ദർ പിച്ചൈയുടെ ഇന്നത്തെ ആസ്തി സ്വപ്നങ്ങൾക്കും അപ്പുറമാണ്. ഫോബ്സിന്റെ പട്ടിക പ്രകാരം പ്രതിദിനം കുറഞ്ഞത് 5 കോടി രൂപയാണ് സുന്ദർ പിച്ചൈ വേതനമായി കൈപ്പറ്റുന്നത്. ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും അതിജീവിച്ച് സുന്ദർ പിച്ചൈ എങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടാവുക? ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ കയറ്റുമതി ഉൽപ്പന്നം ഒരുപക്ഷെ ഗൂഗിൾ CEO ആയിരിക്കുമെന്ന് പ്രമുഖ വ്യവസായിയായ ആനന്ദ് മഹീന്ദ്ര സുന്ദർ പിച്ചൈയെ പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. 1972 ജൂലൈ 12 ചെന്നൈയിലെ അടയാറിലെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് സുന്ദർ പിച്ചൈ ജനിച്ചത്. ജനറൽ ഇലക്ട്രിക്കൽ കമ്പനിയിൽ എഞ്ചിനീയറായ രഘുനാഥ് പിച്ചൈയുടെയും സ്റ്റെനോഗ്രാഫറായിരുന്ന ലക്ഷ്മിയുടെ മകനായി ജനിച്ച സുന്ദർ പിച്ചൈക്ക് സ്വന്തമായി ഒരു റൂം പോലും ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. ചെന്നൈ അശോക് നഗറിലെ ജവഹർ വിദ്യാലയത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂളിലെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ സുന്ദർ പിച്ചൈ നിരവധി ട്രോഫികൾ സ്കൂളിനായി നേടിക്കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. സുനിൽ ഗവാസ്കറിന്റെയും മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കറിന്റെയും കടുത്ത ആരാധകൻ. ഒപ്പം നന്നായി പഠിക്കുകയും നന്നായി തുലനം ചെയ്യുകയും അസാധാരണമായ ഓർമ്മശക്തിയും ഈ കുട്ടിയുടെ പ്രത്യേകതയായിരുന്നു. കണക്കിലും ഭൗതിക ശാസ്ത്രത്തിലും അസാമാന്യ കഴിവും സുന്ദർ പിച്ചൈ എന്ന കുട്ടിക്ക് ഉണ്ടായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തലച്ചോറുകളെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് IIT-കൾ. 1951 ഇന്ത്യയിലെ ഖരഗ്പൂരിൽ ആദ്യമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിക്കപ്പെട്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലെ IIT-കളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ക്യാമ്പസ് ഖരഗ്പൂരിലേതാണ്. 2100 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകളും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പ്രവേശവും നടക്കുന്നത്. അവിടെയാണ് സുന്ദർ പിച്ചൈ 1993 മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടുന്നത്. IIT-യിൽ നിന്ന് നല്ല മാർക്കോടെ പാസ്സായ ശേഷം സുന്ദർ പിച്ചൈ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്കോളർഷിപ്പോടുകൂടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MS മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ നേടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതൊക്കെയും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു. അതിനുശേഷം MBA-ക്ക് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ ചേർന്നു. അവിടങ്ങളിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് സമ്മാനിക്കുന്ന സെയ്ബൽ സ്കോളറും പാൽമിറ സ്കോളറും നേടിയാണ് സുന്ദർ പിച്ചൈ എന്ന വിദ്യാർത്ഥി പാസ്സായത്. 150 രാജ്യങ്ങളിൽ ഓഫീസുകളുള്ള 1800 കോടി വരുമാനമുള്ള 1926 സ്ഥാപിച്ച ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസി സ്ഥാപനമായ മെക്കൻസിയിലാണ് 2002 സുന്ദർ പിച്ചൈ ആദ്യമായി ജോലിക്ക് കയറിയത്. അവിടെ 2 വർഷം പൂർത്തിയാക്കിയ ശേഷം 2004 ഏപ്രിൽ മാസം 1-ാം തീയതി അദ്ദേഹം ഗൂഗിളിൽ ജോയിൻ ചെയ്തു. സുന്ദർ പിച്ചൈ ജോയിൻ ചെയ്ത ദിവസത്തിന് ഗൂഗിളുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഗൂഗിളിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന ചെയ്ത Gmail ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ടൂൾ ബാർ വികസിപ്പിച്ച സംഘത്തിലായിരുന്നു പിച്ചൈക്ക് ആദ്യ നിയമനം. അത് ശ്രദ്ധ നേടിയതോടെ ലാപ്ടോപ്പുകൾക്കായി ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കാൻ മുൻകൈയെടുത്ത് അടുത്ത നിർണായക ചുവട് വെച്ചു. പ്രോഡക്റ്റ് മാനേജറായി ജോലിക്ക് കയറിയ അദ്ദേഹത്തിന് പ്രോഡക്റ്റ് ഡെവലപ്പറായി പ്രമോഷൻ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം പ്രോഡക്റ്റ് ചീഫായി സ്ഥാനക്കയറ്റം ലഭിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശമ്പളവും ഉയരുന്നുണ്ടായിരുന്നു.
സുന്ദർ പിച്ചെ സമർപ്പിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗൂഗിളിന് സ്വന്തമായിട്ട് ഒരു ബ്രൗസർ വേണമെന്ന ആവശ്യം. എന്നാൽ അക്കാലത്ത് ഗൂഗിളിന്റെ സിഇഒ ആയിരുന്ന എറിക് സ്മിത്ത് വളരെയധികം പരിഹാസത്തോടെയാണ് സുന്ദർ പിച്ചയുടെ ഈ പുതിയ ആശയത്തെ കണ്ടത്. ബ്രൗസർ നിർമ്മിച്ചാൽ തന്നെ അതിന് വേണ്ട വിധം റിട്ടേൺ ഉണ്ടാകില്ലെന്ന് ആ കാലങ്ങളിൽ ഗൂഗിളിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുകളെല്ലാം കരുതി. അതുകൊണ്ട് തന്നെ സുന്ദർ പിച്ചയുടെ ഈ ഒരു ആശയം അവർ തള്ളിക്കളഞ്ഞു. പക്ഷെ അദ്ദേഹം തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. ഈ ഒരു ആവശ്യത്തിനായി അദ്ദേഹം പിന്നീട് സമീപിക്കുന്നത് ഗൂഗിളിന്റെ ഉടമസ്ഥരായ ലാറി പേജിനെയും സെർഗെ ബ്രിന്നിനെയുമായിരുന്നു. അവർ പിച്ചയുടെ ആശയത്തെ അംഗീകരിക്കുകയും ബ്രൗസർ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ആളുകൾ അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്രോസോഫ്റ്റിന്റെ എക്സ്പ്ലോററിനെ വെല്ലുന്നതാകണം ഗൂഗിൾ പുറത്തിറക്കുന്ന ബ്രൗസർ എന്ന വെല്ലുവിളിയും സുന്ദർ പിച്ചയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഗൂഗിളിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിക്കൊണ്ട് 2008 സെപ്റ്റംബർ 2 ഗൂഗിൾ ക്രോം ലോഞ്ച് ചെയ്തു. അധികം വൈകാതെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബ്രൗസറായി ഗൂഗിൾ ക്രോം വളർന്നു. സുന്ദർ പിച്ചെ എന്ന് പറയുന്ന ഇന്ത്യക്കാരന്റെ തലച്ചോറിൽ ഉദയം ചെയ്ത ഒരു ആശയമായിരുന്നു ഗൂഗിൾ ക്രോം എന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. ക്രോമിന്റെ വിജയത്തോടുകൂടി സുന്ദർ പിച്ചെ എന്ന് പറയുന്ന പേര് മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളിലും മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. ഗൂഗിൾ ക്രോമുമായി ചേർന്ന് ക്രോമിന്റെ OS, ക്രോം ബുക്ക്, ക്രോം കാസ്റ്റ് അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ സുന്ദർ പിച്ചെ എന്ന ഇന്ത്യക്കാരൻ വികസിപ്പിച്ചെടുത്തു. അതിൽ പലതും വലിയ ലാഭമാണ് ഗൂഗിളിന് നേടിക്കൊടുത്തത്. 2008 തന്നെ തന്റെ ഈ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇന്ത്യയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ വീട്ടിൽ വളർന്ന് ലിവിംഗ് റൂമിൽ സഹോദരനൊപ്പം ഉറങ്ങിയ കുട്ടിയുടെ വളർച്ചയും ഗൂഗിളിന്റെ വളർച്ചയും ഒന്നായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. 2012 ക്രോമിന്റെയും മറ്റ് ആപ്ലിക്കേഷന്റെയും സീനിയർ വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ഹെഡായിട്ടും സ്ഥാനക്കയറ്റം ലഭിച്ചു. അതേ വർഷം തന്നെ ഗൂഗിളിന്റെ ആനുവൽ ഡെവലപ്പർ കോൺഫറൻസിൽ വെച്ച് ഗൂഗിളിന്റെ വിഷനെ കുറിച്ചും മിഷനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും ആ പ്രസംഗത്തോടുകൂടി സുന്ദർ പിച്ചെ എന്ന വ്യക്തി ഒരു ബുദ്ധിജീവി മാത്രമല്ല, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണെന്ന് കൂടി ലോകം തിരിച്ചറിയുകയും ചെയ്തു. മറ്റ് മൾട്ടിനാഷണൽ കമ്പനികൾ സുന്ദർ പിച്ചെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ആ കാലഘട്ടങ്ങളിൽ ഗൂഗിൾ കൊടുക്കുന്ന ശമ്പളത്തിനും പദവിക്കും അപ്പുറമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി. ട്വിറ്റർ സുന്ദർ പിച്ചയെ ക്ഷണിച്ചത് ട്വിറ്ററിന്റെ പ്രൊഡക്റ്റ് വൈസ് പ്രസിഡന്റ് പദവി നൽകാമെന്ന് പറഞ്ഞാണ്. പക്ഷെ അദ്ദേഹം അവസരം നിഷേധിച്ചു. മൈക്രോസോഫ്റ്റിന്റെയും ട്വിറ്ററിന്റെയും സിഇഒ സ്ഥാനം പോലും സുന്ദർ പിച്ചയ്ക്ക് അവർ വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം പോകാൻ തയ്യാറായില്ല. ഗൂഗിളിനോട് വളരെയധികം ലോയലായി ഗൂഗിളിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെ 2015 ഓഗസ്റ്റ് 10 ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനമായിക്കൊണ്ട് ഗൂഗിളിന്റെ സിഇഒ സ്ഥാനത്തേക്ക് 42-കാരനായ സുന്ദർ പിച്ചെ നിയമിക്കപ്പെട്ടു. 2015 ഗൂഗിൾ സ്ഥാപകൻ ലാറി പേജ് ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡ് എന്ന മാതൃ കമ്പനി സ്ഥാപിക്കുന്നത്. 2019 ആയപ്പോഴേക്കും ആൽഫബറ്റിന്റെ സിഇഒ സ്ഥാനവും അദ്ദേഹത്തിന് ലഭിച്ചു. പണത്തേക്കാൾ മൂല്യം അദ്ദേഹത്തിന് ആശയത്തിനുണ്ട്. അതിനാൽ തന്നെ സുന്ദർ പിച്ചയെ പോലെയുള്ള ഒരാളെ ലഭിക്കാൻ വേണ്ടി ഏതൊരു കമ്പനിയും ആഗ്രഹിക്കും. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യും. സുന്ദർ പിച്ചയുടെ ആദ്യ ശമ്പളം എന്നത് 300 കോടിയായിരുന്നു. പിന്നീട് അത് 1200 കോടിയിലേക്കും 1850 കോടിയിലേക്കും കൂടുകയാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല സൈറ്റുകളിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏകദേശം ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സാലറിയുടെ വളർച്ച. 2020 ആയപ്പോഴേക്കും വാർഷിക ശമ്പളത്തിന് മുകളിൽ $240 മില്യൺ അഥവാ 2040 കോടി രൂപയുടെ സ്റ്റോക്ക് പാക്കേജ് കൂടി പിച്ചയ്ക്ക് കമ്പനി നൽകി. ആൽഫബറ്റിലെ മൊത്തം ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ശരാശരിയേക്കാൾ 1085 ഇരട്ടിയാണ് സുന്ദർ പിച്ചയ്ക്ക് ലഭിക്കുന്നത്. ഉന്നത യോഗങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടായാൽ ഒട്ടും മടിക്കാതെ പുറത്തിറക്കി നടങ്ങുന്ന ശീലവും സുന്ദർ പിച്ചയ്ക്കുണ്ട്. ഒരു റൗണ്ട് നടന്നു വരുമ്പോഴേക്കും പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടിട്ടുണ്ടാകും അദ്ദേഹം. വേറിട്ട വഴിയിലൂടെയുള്ള ഏകാന്ത സഞ്ചാരമാണ് ഗൂഗിളിന്റെയും ആൽഫബറ്റിന്റെ തലപ്പത്തേക്ക് ഈ 50-കാരനെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. പണവും ആനുകൂല്യവും ലഭിച്ചാൽ എല്ലാം ആകില്ലെന്നും വരുമാനത്തെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം ജോലി വിനോദമായി കാണണമെന്നുമാണ് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ യുവതലമുറയോട് പറയുന്നത്. ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ വളരെ ഇഷ്ടമുള്ള സുന്ദർ പിച്ചെ വിവാഹം ചെയ്തിരിക്കുന്നത് IIT സഹപാഠിയായിരുന്ന മുംബൈ സ്വദേശി അഞ്ജലിയെയാണ്. ഇൻഡ്യൂട്ട് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻ മാനേജറായിട്ടാണ് അഞ്ജലി ജോലി ചെയ്യുന്നത്.
അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ് സുന്ദർ പിച്ചൈ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്. പ്രതിദിനം 5 കോടി രൂപ സമ്പാദിക്കുന്ന ഈ മനുഷ്യൻ ഒരിക്കലും എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല, മറിച്ച് ഒരു ക്രിക്കറ്റ് കളിക്കാരനാകാനാണ് ആഗ്രഹിച്ചത്. സുന്ദർ പിച്ചൈ എന്ന ഇന്ത്യക്കാരൻ വഴി IIT ഖരഗ്പൂർ എന്ന ക്യാമ്പസിന്റെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും പ്രശസ്തി ഒന്നുകൂടി ഉയർത്തപ്പെട്ടു. അതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ്. സുന്ദർ പിച്ചൈ ഇന്ത്യയിലേക്ക് വരികയും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും 5000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം ഇന്ത്യക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ സുന്ദർ പിച്ചൈ പോലെയുള്ള ആളുകൾ സഹായിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് സ്വപ്നം കാണാനും ലോകം മുഴുവൻ അവരെ ആദരവോടെ അംഗീകരിക്കപ്പെടാനും കഴിയുമെന്നും പറയുന്ന വലിയൊരു മെസ്സേജ് കൂടി അദ്ദേഹത്തിന്റെ ജീവിതം നൽകുന്നുണ്ട്. പണമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ബിസിനസ് ചെയ്താൽ മാത്രമേ വലിയ കോടികൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണെന്നും ആത്മാർത്ഥമായും സത്യസന്ധമായും ജോലി ചെയ്താൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് തന്നെ കോടികൾ വരുമാനം നേടാൻ കഴിയുമെന്നും കാണിച്ചു തന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. സുന്ദർ പിച്ചൈയെ പോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായ മൈക്രോസോഫ്റ്റ് CEO സത്യ നാദല്ലയും സോഫ്റ്റ് ബാങ്കിന്റെ CEO നികേഷ് അറോറയും ഉൾപ്പെടെ നിരവധി പേരുണ്ട്. വഴിയെ പറയാം അവരുടെ കഥകളും.